ഇയോടാ ഓണത്തിന് വാഴക്കൊല വെട്ടാന്ന് പറഞ്ഞു വെച്ച വാഴയാ. ഇനി രേഷ്മേ നീ വന്നേ. ഈ വാഴ അറിഞ്ഞില്ലേ ഓണം ഇങ്ങ് വന്ന കാര്യം? അയ്യോ, അത് വാഴ അറിയാഞ്ഞിട്ടല്ല, ഈ വെളിച്ചെണ്ണയുടെ വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് വാഴ മനഃപൂർവ്വം കൊലക്കാഞ്ഞത്. എന്താ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ രേഷ്മേ. അതൊക്കെ ആയാലും ഓണം ഇനി വന്ന് പ്രാവശ്യം എങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ ഓർക്കും? അയ്യോ, ഈ പ്രാവശ്യം ഉപ്പേരി വറക്കാൻ നടക്കത്തില്ല. അതാ എടി എണ്ണയ്ക്കൊക്കെ എന്താ തീ പിടിച്ച വില, എങ്ങനെ ഉപ്പേരി വറക്കാം നമ്മൾ? അതുകൊണ്ടേ ഈ പ്രാവശ്യം ഒരു ട്രിപ്പായാലോ? കഴിഞ്ഞ ഓണം ഓർമ്മയുണ്ടോ നിങ്ങൾ? ഒരു ട്രിപ്പും 12 കുത്തിക്കെട്ട് വരുന്ന തലയിൽ. അതൊക്കെ ഒരു ആഘോഷത്തിന്റെ ഭാഗമല്ലേ? അതെ, എനിക്കൊരു സംശയം, ഈ ഓണത്തിന് എല്ലാവരും ഈ വാഴക്കൊല മേടിച്ചേ ഉപ്പേരി വറക്കുന്നത്, ഈ ഓണവും വാഴക്കൊലയും തമ്മിൽ എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടോ? പിന്നെ എന്തുവാ? എടി, മഹാബലിയുടെ ഓർമ്മയാണല്ലോ ഈ ഓണം എന്ന് പറയുന്നത്. ഈ മഹാബലി ചക്രവർത്തി വളരെ ആഗ്രഹത്തോടു കൂടി പണ്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മുറ്റത്തൊരു വാഴ വെച്ച്. ഈ വാഴയ്ക്ക് അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയെല്ലാം വെള്ളം ഒഴിച്ച് വളമൊക്കെ ഇട്ട് ഈ കൊല വിളയുന്നോ വാഴ വലുതാവുന്നോ ഇതിന് കാത്തിരുന്ന് അവസാനം വാഴ കൊലച്ച് കൊല ഇങ്ങോട്ട് വിളയുകയും വാമനൻ ഇങ്ങോട്ട് വന്ന് ഈ കൊലയും വെട്ടിക്കൊണ്ട് ഒറ്റ പോകും. ഇതേ മാവേലിയുടെ വാഴക്കൊലയല്ല, ചങ്ങമ്പുഴയുടെ വാഴക്കൊല. ഇത് ഒരു പൊട്ടക്കഥ കൊണ്ട് വന്നേക്കുന്നു. ഇതാ പറയുന്നത് ഈ പെണ്ണുങ്ങളോട് ഓരോ ഐതിഹ്യവും പറയുന്നത്.